ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾസ് ഒന്നും തന്നെ വേണ്ട, അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മോര് കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ കട്ടി അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഇത് കട്ടി കുറഞ്ഞ തൈരാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് നല്ല കട്ടയായിട്ടുള്ള തൈരാണെങ്കിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യുക. വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ ചേർക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. ഉലുവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് നീളത്തിന് അരിഞ്ഞതാണ്. ഇനി ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിവിടെ 8 ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകണ്ട, ഈ ഒരു കണക്കിന് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതായത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയ കറിയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.